ഈ 2024 വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് യാതൊരു ഹോംവർക്കും ഇല്ലാതെ കൊണ്ടുവന്ന ഒരു നിയമമാണ്. നമുക്കറിയാം, ഇപ്പോൾ 2013 വഖഫിന്റെ ഭേദഗതി നിയമം വന്നപ്പോൾ അത് 3 റിപ്പോർട്ടിലെ അടിസ്ഥാനത്തിലുള്ള ഭേദഗതി നിയമം തന്നെ വന്നു. ഒന്ന് അന്ന് JPC ഇതിന് മുമ്പായിരുന്നു, നിയമത്തിന് മുമ്പായിരുന്നു. 2 സച്ചർ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു, 3 ഒരു ഹൈ ലെവൽ കമ്മിറ്റി. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് 2013 വഖഫ് നിയമം വന്നത് തന്നെ. ഇപ്പോൾ 2024 ഒരു ഹോംവർക്കും ഇല്ലാതെ ഒരു നിയമം കൊണ്ടുവന്നു. അതിനുശേഷം അവർ പെട്ടെന്ന് JPCയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന നിയമം ശരിയാണോ തെറ്റാണോ, അതിനകത്തുള്ള പാളിച്ചകൾ എന്താണ് എന്നാണ് ഈ പറയുന്ന JPCക്ക് പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിവേദനങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ അവർക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ കേരളം പോലത്തെ സംസ്ഥാനങ്ങൾ അവർ വന്നിട്ട് പോലുമില്ല. ഇനിയിപ്പോ അത് ഒരു പ്രാവശ്യം അത് സമർപ്പിക്കാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞു വന്നു. പക്ഷെ അത് തീർന്നിട്ടില്ല. അതെന്തായാലും എക്സ്റ്റൻഷൻ വേണം, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പെട്ടെന്ന് ഈ കത്ത് ഇപ്പോൾ മെമ്പർമാർക്ക് കിട്ടുന്നത്. അതായത് 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം 2 ദിവസം യോഗം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ അംഗങ്ങൾ തന്നെ പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് നിവേദനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിലെ നിവേദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി നമുക്ക് നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മളുടെ വാദം നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് പെട്ടെന്ന് പറഞ്ഞേക്കണത്, അല്ലല്ല പെട്ടെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഫെബ്രുവരി 5-ാം തീയതി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണ രീതിയിൽ അവരിപ്പോ ഇത്രയും ദിവസം ഇവിടുത്തെ പുരോഗതിയും അതേപോലെ തന്നെ വെള്ളവും അതുപോലെ വിദ്യുശക്തിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വോട്ട് ചോദിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് ഇപ്പൊ ട്രാക്ക് മാറ്റുകയാണ്. ട്രാക്ക് മാറ്റിയിട്ട് അവരുടെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് മാറിയിട്ട് ഒരു മതധ്രുവീകരണവും അതേ മതവിദ്വേഷത്തിന്റെ പേരിലുള്ള അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് മാറുകയാണ്. അതിന് ഏറ്റവും നല്ലത് അവർക്ക് തോന്നിയത് ചിലപ്പോ ഈ വഖഫ് ഭേദഗതി നിയമം ഒന്നും കൂടി ഒന്ന് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരിക, പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒറ്റ ഒരു ഉദ്ദേശത്തിന്റെ പുറത്തായിരിക്കാം ഇത്ര പെട്ടെന്ന് ഇപ്പൊ ധൃതി പിടിച്ചുകൊണ്ട് ഈ സംഗതി എല്ലാം കൊണ്ടുവരുന്നത്. അവര് പറയുന്നത് വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ സമയത്തിന്റെ ഒരു പരിധി വളരെ ഇതായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ശരിയായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടിയിരിക്കുന്ന നിവേദനങ്ങളും അതിനകത്ത് കിട്ടിയിരിക്കുന്ന ആർഗ്യുമെന്റുകളും എല്ലാം ശരിയായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് JPCയിൽ വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ ആ രീതിയിലുള്ള ഒരു കാരണം വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന ഒരു നിയമമാണ്. ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ള നിയമമാണ്. ഒരുപാട് സ്വത്തുക്കൾ ഇതിന്റെ അടിയിൽ വരുന്ന ഒരു നിയമമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം കോൺട്രവേഴ്സീസ് ആണ് ഈ നിയമം പല രീതിയിലും ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ തന്നെ മുനമ്പം എന്ന് പറഞ്ഞിട്ട് വലിയ കോൺട്രവേഴ്സി ഈ നിയമത്തിന്റെ പേരിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ട വസ്തുത. അവർക്കൊന്നും സമയം കൊടുക്കാതെ ഇത് എന്താണോ അവരുടെ മേലാളന്മാർ, അതായത് JPC ചെയർമാന്റെ മേലാളന്മാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് നിയമം കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിട്ടാണ് നമുക്ക് ഇതിനെ കാണേണ്ടത്. ആർക്കും ഒരു സമയം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് നിയമമാക്കി മാറ്റാനുള്ള ഒരു അവരുടെ ഒരു ഉപാധി എന്ന് പറയുന്നത്. കാലനൂറ്റാണ്ടായി BJP ഡൽഹി അധികാരത്തിന് പുറത്താണ്. അപ്പോൾ അവർ ഏത് വിധേനയും അവർക്കൊരു അധികാരം തിരിച്ച് വരാൻ വേണ്ടിയുള്ള രീതിയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം യോഗ ആദിത്യനാഥ് ഇന്നു മുതൽ പ്രചരണം ആരംഭിക്കുകയാണ്. 14ഓളം യോഗത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി 5-ാം തീയതി കുംഭമേളയിൽ പ്രയാഗ്രാജിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഈ അധികാരം പിടിക്കാൻ വേണ്ടിയാണോ ഈ തരത്തിലുള്ള ധ്രുവീകരണത്തിന്റെ ശ്രമമായിട്ട് തന്നെയല്ല ഇങ്ങനെ ഒരു യോഗം ഇതിനെ ദുരുപയോഗം ചെയ്യണം JPC? സംശയമില്ല. കാരണം തലസ്ഥാനം എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചും ഏറ്റവും വലിയൊരു സ്ഥലം തന്നെയാണ്. എത്ര നോക്കിയിട്ടും ഇപ്പൊ നേരത്തെ സുമോദ് പറഞ്ഞ പോലെ അവർക്ക് കിട്ടുന്നില്ല, BJPക്ക് അധികാരം കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ അധികാരം കിട്ടുന്ന ആം ആദ്മി പാർട്ടിക്കാവട്ടെ അവരെ കൊണ്ട് നേരായ രീതിയിൽ ഭരിപ്പിക്കുന്നുമില്ല എന്ന് നമുക്കറിയാം. ഇവിടെ LG ഉപയോഗിച്ച്, അത് ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചിട്ട് അവർ ഏത് രീതിയിലും അവരുടെ തടസ്സവാദങ്ങളെല്ലാം ഉന്നയിക്കുകയും മാത്രമല്ല ഈ ഇവിടുത്തെ ഒരു സംസ്ഥാനമാണ് എന്നിരിക്കെ ആ സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ കവരുന്ന രീതിയിലുള്ള നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കുകയും എല്ലാം ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡൽഹി എന്ന് പറയുന്ന തലസ്ഥാന നഗരി കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ നമ്പർ 1 ടാർഗറ്റ് ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ അവസാനമായിട്ട് വഖഫ് നിയമവും യോഗി ആദിത്യനാഥും കുംഭമേളയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരിപ്പോ പ്രചരണം നടത്തുന്നത്. നമുക്ക് അവസാന ഒരു കാര്യം ചോദിക്കട്ടില്ല, ഇതൊരു പൂഴിക്കടകനാണോ?
അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ അറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയുധം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക, മതവിദ്വേഷ രീതിയിലുള്ള സംഗതികൾ ഉണ്ടാക്കുക. അതാണ് അവർക്ക് അറിയാവുന്ന ആകെ വഴി. മറ്റു വഴികളൊന്നും അവർക്കറിയാം. നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കണ്ടാണ്, അവരുടെ ഏത് തെരഞ്ഞെടുപ്പുകളിൽ പോയി കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മൾ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ കണ്ടാണ്, ആസാം മുഖ്യമന്ത്രിയെ അവിടെ വിട്ടിട്ടാണ് അവിടെ കംപ്ലീറ്റ് ബംഗ്ലാദേശിലും മുസ്ലിങ്ങളും മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ അവിടെ അടിച്ചുവിടുന്നത്. അപ്പൊ അത് മാത്രമേ അറിയുള്ളൂ. അതിപ്പോ അവരെടുക്കാൻ പോവുകയാണ്, രണ്ടാമത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കാണാൻ അവർക്ക് എക്സ്പെർട്ടായ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അത്രേ ഉള്ളൂ.